പണിയാണ് നന്നായിട്ട്. ഈ സമയത്ത് സ്കൂൾ ടൈം കഴിഞ്ഞ് 4:30 ആകുമ്പോഴത്തേനും വണ്ടി ഓടേണ്ടതാണ്. ഈ സമയമാകുമ്പോഴത്തേനും ഒരു 15 വണ്ടിയിൽ ഇപ്പോൾ പോകേണ്ടതാണ്. ഇപ്പം മുതലാളി വന്ന് സ്റ്റോപ്പ് ചെയ്ത് നിങ്ങൾ വന്ന് ചാനൽ ഇത് കണ്ട് പോയി കഴിഞ്ഞിട്ട് ഓടാനായിരിക്കും. ഇതിനകത്തെന്ന് പറഞ്ഞാൽ അതിന് ലിമിറ്റ് ഇല്ല. രാവിലെ 4:45 തുടങ്ങിയാൽ 8 മണിയാകുമ്പോൾ നിർത്തും, സ്കൂൾ ടൈമിൽ നിർത്തും. അത് കഴിഞ്ഞാൽ വീണ്ടും അതുപോലെ തന്നെ. പൊടിയെന്ന് നനക്കിലൊക്കെ ഈ ക്ലൈമറ്റ് ഇതല്ലേ, എന്താണേലും പോവും, ഉണങ്ങി പോകത്തേ ഉള്ളൂ. പൊടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര പൊടിയാണ്. പൊടിക്കുള്ളത് ഇവരൊന്നും ചെയ്യുന്നുമില്ല. 3 നേരം വെള്ളം നനയ്ക്കും. ഇത് മാത്രം. നാട്ടുകാരുടെ ആവശ്യം എന്താ? ആവശ്യം ഞങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കണം. ഒന്നെങ്കിൽ പാറമണം നിർത്തിപ്പോട്ടെ, അതല്ലെങ്കിൽ ഞങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകട്ടെ. കൊച്ചിൻ്റെ പേരിൽ പോകാനൊക്കെ വലിയ പാടാണ്. നേച്ചറിൽ പഠിക്കുന്ന കൊച്ചാണ്. അപ്പോൾ അതുകൊണ്ട് പൊടി പറക്കുന്നതുകൊണ്ട് ഇതിലൊക്കെ പോകാൻ പാടാണ്. ശ്വാസം മുട്ടുള്ള കുഞ്ഞു കൊച്ചിനും എൻ്റെ കുടുംബത്തിനൊക്കെ ഉണ്ട്, എല്ലാവർക്കും തന്നെ ഉണ്ട്. ഞാനൊരു മാറിന് പോകാൻ വഴി സൗകര്യം കുറവാണ്. വണ്ടി തെരുവരെ വന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ണൊക്കെ പോകാൻ പാടില്ല. തെരുവരെ കല്ല് ഉരുണ്ടിയാടുന്നുണ്ട് വണ്ടി പോകുമ്പോൾ. കല്ല് വണ്ടിയിൽ തന്നെ കല്ല് ചാടിയിട്ട് നിങ്ങൾക്ക് ആർക്കും അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? അതിനെ കെട്ടി തൂങ്ങിയിരിക്കുന്നു. ബെഡ് കല്ല് ഉരുണ്ടെന്ന് പിന്നെ ബെഡ് കല്ലാണോ? ബെഡ് കല്ല് കൊച്ചിന് കല്ല് ചാടിയിട്ടുണ്ട്. 12 കല്ല് മാറ്റി. പിന്നെ ഒരു പെൺകൊച്ചി വന്നു പോയപ്പോ വണ്ടി പേടിച്ച് കൊണ്ടുപോയി. ഇവിടെ ഭയങ്കര കുടിയായിരുന്നു അന്നൊക്കെ. ഫുൾ ലോഡുമായിട്ടാണ് ഈ പാറമടയിൽ നിന്ന് കല്ലുമായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ലോറിയുടെ മുകളിൽ നിന്ന്, ടോറസിന്റെ മുകളിൽ നിന്ന് ഒരു വലിയ കല്ലൊന്നും വേണ്ട, ഒരു 5 കിലോയുടെ കല്ല് മൃഗത്തലയിലേക്ക് ആടി കഴിഞ്ഞാലും ആള് ക്ലോസ് ആവും. അങ്ങനെ വളരെയധികം ഒരു ബൈക്ക് യാത്രക്കാരാണ് ആ സൈഡിൽ കൂടെ പോകുന്നത്, ഒരു കാൽനടക്ക യാത്രക്കാരാണ് ആ സൈഡിൽ കൂടെ പോകുന്നതെങ്കിൽ ജീവൻ പൊലിയെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇപ്പോൾ ഏതെങ്കിലും വണ്ടി ഇടിച്ചെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും റോഡിന്റെ നടുക്കോട്ട് വലിച്ചിടും. അല്ലാതെ ഇവരൊന്നും ഒരു യാതൊരു ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കില്ല. ഇത് ശരിയായ രീതികളല്ല. ഈ നാട്ടുകാർ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ ശരിയായ കാര്യങ്ങളല്ല. ഈ ജനങ്ങൾക്ക് വളരെയധികം ഭീഷണികളാണ്. ടോറസിന്റെ മുകളിൽ നിന്ന് കല്ല് ചാടുക എന്ന് പറഞ്ഞ ഈ പ്രദേശവാസികളല്ല. അതിന്റെ ഫോട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? ഫോട്ടോ ഉണ്ടല്ലേ? ഫോട്ടോ കാര്യങ്ങളൊക്കെ ഓൾറെഡി അതല്ലേ. അമ്മമാർക്കൊന്നും മറ്റൊന്നും പരിപാടിയല്ല. അതുപോലെ വണ്ടിയാ, തെരുതല്ലേ വണ്ടിയാ. അപ്പൊ നിർത്തിയിട്ടേക്കാണ്ട ഇപ്പത്തെ കാലം. നന്നായിട്ട് വണ്ടി ഉണ്ടെന്നായിരിക്കും അല്ലേ? 250 ഫുൾ ലോഡായിട്ടാണ് പോകുന്നത്. സാധാരണ നെറ്റ് വെച്ച് മൂടി കെട്ടിക്കൊണ്ടാണ് അങ്ങനെ പോകാറുണ്ടോ? അങ്ങനെ ചിലപ്പോ പോകാറുണ്ട്, ചില സമയത്തേ ഉള്ളൂ. പകുതി മൂടി കെട്ടും, പകുതി അവർക്ക് കെട്ടാൻ നേരം അത്രയൊക്കെ ഉള്ളൂ. അല്ല അത് വേണ്ടല്ലോ. ഈ 2 സൈഡിൽ കൂടെ ഒന്ന് പോയി 2 വണ്ടി, ഒരു വണ്ടി ഇവിടുന്ന് അങ്ങോട്ട് പോകണം, ഒരു വണ്ടി ഇങ്ങോട്ട് പോകണം. ഈ 2 സൈഡിൽ കൂടെ പോയി ഇങ്ങോട്ട് നടന്നു പോണ കാൽനട യാത്രക്കാരുണ്ടല്ലോ, അവരെതിരെ പോകും. അവരെതിരെ പോണ്ടേ? സൈഡിൽ ചേർന്ന് 2 വണ്ടിയും കൂടെ ഇവർക്ക് ഈ പള്ളയം കളിക്കാൻ മേലെ. അല്ല നിങ്ങൾ അയ്യോ ഇപ്പൊ പോണ്ടാണോ? ഇന്നിപ്പോ ഈ ന്യൂസ് അറിഞ്ഞുകൊണ്ട് എല്ലാരും വണ്ടി മാറ്റിയിട്ടേക്കണത്. അല്ലെങ്കിൽ ഇപ്പം ഇഷ്ടം പോലെ വണ്ടിയുള്ളതാണ്. 4:45 തുടങ്ങി വണ്ടി ഇങ്ങോട്ട് പാസ് ചെയ്യാൻ തുടങ്ങിയാൽ അത് ഇഷ്ടാനുസരണം വണ്ടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ റോഡിന്റെ പള്ളയൊന്ന് തെളിപ്പിച്ചു കളയുമല്ലേ? ഇവര് വണ്ടി കൊണ്ട് പോണതല്ലേ? അവരിപ്പോ അവരുടെ സൗകര്യത്തിനങ്ങ് പോകുമല്ലേ? നമ്മൾ വേണമെങ്കിൽ മാറിക്കോണം, ആത്മാവ് വേണമെങ്കിൽ മാറി നിന്നോളാം. അല്ലാതെ എത്ര മണിക്ക് തുടങ്ങും? 5 മണിക്ക് തുടങ്ങും. 5 മണിക്ക് തുടങ്ങും. അത് പണിയാണ് 5 മണിക്ക്. അതിന് വണ്ടി വരുമോ? വണ്ടി അതിനൊക്കെ മുമ്പേ രാത്രിയിലും 4 മണിക്ക് തൊട്ടേ ഇവിടെ വണ്ടി ഉണ്ട്. ഇവിടെ ഇവിടെ തൊട്ട് അങ്ങോട്ട് ക്യൂ ആയതാണ്. ഇവിടെ തൊട്ട് അങ്ങോട്ട് ക്യൂ ആണ്. എത്ര വണ്ടി ക്യൂ ഉണ്ട്? ഒരു 10 വണ്ടിയിലും 10 വണ്ടിയുണ്ട്. രാവിലെ 4 മണിക്ക്. അതുകൂടാതെ 4:30 5 മണിയാകുമ്പോഴത്തേക്കും ലോഡിങ് തുടങ്ങും. ഇത് രാത്രി കണ്ണുമ്പാലുള്ളപ്പോൾ ചെയ്യേണ്ട പണിയാണ്. അതിന് ഇവർ നേരം കൊടുക്കുന്നതിന് മുമ്പേ പകുതി പണി തീർക്കും. അതുപോലെ 6 മണി വരെ പണി ചെയ്യാൻ പാടില്ല. അതുവരെ സൊല്യൂഷൻ എന്താ ആഗ്രഹിക്കുന്നത്? ഇവര് ആനുകൂല്യമായിട്ടായി ചെയ്യുന്നത്. അതാണ് സംഭവം. അതാണ് ഇത്രയും ദിവസം വന്നേക്കുന്നത്. ഇപ്പൊ എന്താ നിലവില് ശ്വാസം മുട്ടും ബുദ്ധിമുട്ടും? ശ്വാസം മുട്ടില് ആശുപത്രിയിൽ എപ്പോഴും എല്ലാവരും ആശുപത്രിയിലാണ്. ഈ ശ്വാസം മുട്ടിന്റെ പേർക്ക് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാല് ഇവരോട് ഈ കാര്യം ബോധിപ്പിച്ച ഇവരെന്താ പറയുന്നത്?
ഇവരെന്താ പറയുന്നത്, ഇവരെ കാണാൻ പറ്റുമോ, ഇതിപ്പോൾ എന്താ തടസ്സം എന്നറിയാൻ വേണ്ടി ആ പുള്ളി വന്ന് കിടക്കണം, ഫോട്ടോ എടുത്തുകൊണ്ട് കിടക്കണേ. ഇവരെന്താ ഇവിടെ നടക്കുന്നതെന്നറിയാൻ. ആ ഓരോ ഓണറാണ് പുള്ളിയുടെ സ്ഥലം. അതൊന്നും തോന്നുന്നു 90 വണ്ടി കണ്ടിട്ട് അതിനകത്തിരിക്കുന്ന ആളാ, അതിലിറങ്ങിനകത്തെ ആ വണ്ടിക്കകത്ത് ആളുണ്ട്. പുള്ളി വീഡിയോ ഇങ്ങോട്ട് പിടിച്ചോണ്ടിരിക്കുന്നു ജോസ്. ഇത് കറക്റ്റായ കാര്യമാണെങ്കിൽ ഇത് ആർക്കും തടസ്സം വരികയല്ലേ. ഇത് ഭയങ്കരമായിട്ട് വിപുലീകരിച്ചു. ഈ നാട്ടിലുള്ളവർ മുഴുവൻ, ഈ ലോകത്തുള്ളവരെല്ലാവരും ഷെയർ കൂടി അങ്ങ് ഭയങ്കരമായിട്ട് പരിപാടി നടത്താം. ഇത്ര വലിയ വണ്ടി ഇതിലോടാ ഒരു ഇവിടെ വേറെ പാറമടകളുണ്ടോ? ഇപ്പൊ അവർ ഈ കോതലങ്കാരുണ്ടല്ലോ, ഈ ഇതിനകത്ത് ഷെയർ ഉണ്ടല്ലേ? അതല്ലേ കോതമംഗലത്തുള്ള ഒരാളുണ്ടെന്ന് പറഞ്ഞു. രാമംഗലം, കോതമംഗലം, ഉഴൂര്, അങ്ങനെയുള്ള കുറെ. എത്രയും പെട്ടെന്ന് നിർത്തി പോകാനാണ് ആഗ്രഹിക്കുന്നത്. നിർത്തുവാണെങ്കിൽ നമ്മൾ സമാധാനമായിട്ട് ജീവിക്കും. നിർത്തി പോവാൻ നല്ലത്. എന്തോ നിർത്തി പോവാൻ നല്ലത്. ഇനിയിപ്പോൾ ചില നേരം കഴിയുമ്പോൾ ഇത് നിങ്ങൾ പോയി കഴിയുമ്പോൾ വണ്ടി വരുവാണ് ഇവിടെ ഉള്ളവരുടെ കഴിവ് പോലെയാ. മോളുടെ പേരെന്നാ? അരിയുടെ കുറവല്ല. വണ്ടി കൊണ്ട് പോയിട്ടുണ്ട്. അവരെ അരിയുടെ കുറവാണ് വണ്ടിക്കാരുടെ. പിന്നെ വൈകുന്നേരം പഠിക്കാതിരിക്കുമ്പം ഒച്ച കേട്ടിട്ട് പഠിക്കാതെ പഠിക്കാൻ പറ്റുന്നില്ല. പൊടിയുടെ ശല്യം കൊച്ചിനും ബുദ്ധിമുട്ട്. കൊച്ചാണ് ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്. എന്റെ ഒരു ചേട്ടനുണ്ട് 10 എന്താ മോളെ ശ്വാസമുട്ട് എങ്ങനെയാ, ബുദ്ധിമുട്ട് എങ്ങനെയാ ഉണ്ടാകുന്നത്? ശ്വാസമുട്ടൽ എനിക്ക് ശ്വാസം വലിക്കാതെ വരും, എടുക്കാൻ പറ്റാതെ വരും. ഈ പൊടി വന്ന് ഈ ശ്വാസം ഇങ്ങനെ തൊണ്ടയൊന്ന് അടയുന്ന പോലെ തോന്നുന്നുണ്ട്. ഹോസ്പിറ്റലിൽ ഡോക്ടർ എന്താ പറഞ്ഞാൽ എപ്പോഴും എത്ര പ്രാവശ്യം കൊച്ചിങ്ങനെ ശ്വാസമുട്ടായിട്ട് പോയി? എത്ര പ്രാവശ്യം പറഞ്ഞാൽ കയ്യും കണക്കില്ല. പിള്ള മനസ്സിൽ കള്ളമില്ലെന്നാ പറയുന്നത്. ഈ കൊച്ചു പറയുന്ന കാര്യങ്ങൾ, ഈ പ്രദേശവാസികൾ, അവസാനമാണ് ഈ കൊച്ചിനോട് കാര്യങ്ങൾ ചോദിക്കുന്നത്. പ്രദേശവാസികൾ ഇവിടെ 100-400ഓളം കുടുംബങ്ങളുണ്ട്. ഈ പ്രദേശവാസികളെല്ലാം ഈ കുട്ടി പറഞ്ഞ പോലെ തന്നെയാണ് പറയുന്നത്. എത്രയും പെട്ടെന്ന് ഒരു ശാശ്വത പരിഹാരം, ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന് ഉന്നത അധികാരികളോട് ബോധിപ്പിക്കുകയാണ്. ട്യൂഷന് പോയേക്കുക, വന്നില്ല, അവനും പഠിക്കാൻ പറ്റുന്നില്ല.